തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, പറയുന്നത് നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്നല്ല. അതാണ് ഇതിനകത്തെ കെണി. മനസ്സിലായില്ലേ? നമുക്കുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പിന്നെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷെ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു പോരായ്മ കൊണ്ടാവും ഒരു സഹോദരൻ ഒരു സഹോദരിക്ക് നമ്മളോട് വിരോധമുണ്ടാവുന്നതെന്ന് നമ്മൾ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അതായത് ഒരാൾക്ക് നമ്മളോട് വിരോധമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അതിൻ്റെ കാരണം അവരാണെന്ന് വിചാരിക്കാതെ നമ്മളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അതാണ് ഈ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഈ വചനം അക്ഷരാർത്ഥത്തിൽ എടുത്താൽ